ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഇന്നലെ എടുത്ത വ്ലോഗാണ്. ഇന്നലെ സൺഡേ അല്ലായിരുന്നു. അപ്പൊ സൺഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് വന്നതാണ് കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനും അമ്മയും അനിയത്തിയും കുഞ്ഞുമണിയായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും മഴയില്ലേ, എന്താ ഭാഗ്യം എന്ന് വെച്ചാൽ ഇന്നലെ മഴയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും കാര്യമില്ല, ബീച്ചിൽ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴും വി പാർക്കിലല്ലേ പോകുന്നത്. മറ്റേത് വി പാർക്ക് വരുന്നതിന് മുന്നേ 24 മണിക്കൂറും ബീച്ചിലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇപ്പൊ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിയത്. ഇതേ മഴക്കോളൊക്കെ മാറി ആകാശനെ നല്ല വെള്ളാന്ന് കിടപ്പുണ്ട്. കൂടെ ആൾക്കാരൊക്കെ ഇവിടുന്ന് പട്ടമൊക്കെ പറത്തുന്നുണ്ട്. കുഞ്ഞുമണിക്ക് ദേ കുറെ നാളുകൾ ശേഷം പുറത്തേക്ക് വന്നതിന്റെ സന്തോഷമാണ് കേട്ടോ ഇത്. മഴയൊക്കെ കാരണം എവിടെ പോകുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ കുഞ്ഞുമണിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊല്ലം ബീച്ചിലെത്തി ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നോസ്റ്റു അടിച്ചിട്ടോ. പണ്ട് ഞങ്ങൾ എപ്പോഴും വരാൻ നേരത്ത് നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ പഴയ ഓർമ്മയിലേക്കൊക്കെ ഞാൻ തിരികെ പോയവരും. ഞങ്ങൾ ഇതിന്റെ തിട്ടപ്പുറത്തുനിന്നൊക്കെ ഇറങ്ങി മണ്ണിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു. ഇവിടെ ആകുമ്പോൾ ഇരിക്കാനും നല്ല രസം, മണ്ണ് വാരി കളിക്കുകയും ചെയ്യാം. വേണ്ട ഇത് കണ്ടില്ലേ നിങ്ങൾ, അമ്മയും മോളും മണ്ണിൽ കളിക്കുന്നത്. കുഞ്ഞുമണിയുടെ കാലമ്മ മണ്ണിട്ട് മൂടി കൊടുക്കാണ് കേട്ടോ. ഇതൊക്കെയല്ലേ ഒരു രസം, പിള്ളേരായ മണ്ണിൽ കളിച്ചൊക്കെ വളരണ്ടേ. അമ്മയും മോളുടെയും കളിക്ക് ശേഷം ഞങ്ങൾ ദേണ്ട പിന്നെ മണ്ണിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി കേട്ടോ. കുഞ്ഞുമണിയും ഞാനും ദേണ്ട ഓട്ട മത്സരമാണ് ഇവിടെ. കുറച്ച് നേരത്തെ കളിക്കൊക്കെ ശേഷം ഞങ്ങൾ നേരെ ദേണ്ട ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. ബീച്ചിൽ വന്നാൽ പിന്നെ ഐസ്ക്രീം കഴിക്കുന്ന നിർബന്ധമാണല്ലോ. അങ്ങനെ കുഞ്ഞുമണിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഫുള്ളായിട്ട് കുഞ്ഞുമണിയുടെ കൈ കൊടുക്കില്ല. ഞങ്ങൾ ബീച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ തൂഫാന്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടതേ കുഞ്ഞുമണിക്ക് ഒരു ബബിൾസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബീച്ച് വന്നു കഴിഞ്ഞാൽ നടക്കണമല്ലോ, തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ഒരു ചങ്കു ഉണ്ടായിരുന്നേ നമ്മുടെ കൂടെ ബീച്ചിലേക്ക്. അവന് വീഡിയോയിലൊന്നും വരുന്ന ഇഷ്ടമല്ല, അതാണ് കേട്ടോ അവനെ വീഡിയോയിൽ കാണിക്കാത്തത്. അവനാണ് എനിക്ക് പാതി വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുമണിക്ക് ഈ ബണ്ണീനെയും ഗൊർലേനെയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അതാണ് എന്റെ ഒക്കത്ത് കയറിയിരുന്ന് കരയുന്നത്. പിന്നെ അതൊക്കെ കണ്ടു നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് എത്തിപ്പെട്ടത് ഉപ്പിലിട്ട മാങ്ങയുടെ കരക്കയുടെ ഒക്കെ മുന്നിലാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കാരക്കയും നെല്ലിക്കയൊക്കെ അങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നടന്ന് എത്തിപ്പെട്ടത് പഴയ കാലിലെ മുട്ടായികളുടെ മുന്നിലാണ്. ഇവിടെ ജീരക മുട്ടായി, അങ്ങനെ നാരങ്ങ മുട്ടായി, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മുട്ടായിക്ക് ഉണ്ടായിരുന്നേ. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നോസ്റ്റു അടിച്ചു ഗായ്സ്. പണ്ടത്തെ കാലത്തിലേക്ക് ഓർമ്മ വന്നു. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്നും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ കുറച്ച് കറങ്ങി നടന്നതിന് ശേഷം നമ്മളൊരു ചോക്കോബാർ കൂടി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചോക്കോബാർ മേടിച്ച് ഞാനും കുഞ്ഞുമണിയും കൂടെ പപ്പാതി എടുക്കുകയാണ് കേട്ടോ. മൊത്തത്തോടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. എനിക്കും തൊണ്ടവേനയാണ്, കുഞ്ഞുമണിക്കും തൊണ്ടവേന എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ പപ്പാതി കഴിക്കുകയാണ് ഗായ്സ് ഇവിടെ. എങ്ങനെയാകുമ്പോഴത്തേക്ക് ആർക്കും അങ്ങോട്ട് ഒരു പരാതി വേണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും കിട്ടും, എനിക്കും കഴിക്കാം കുഞ്ഞുമണിക്കും കഴിക്കാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി ഗായ്സ്. അതെ, ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇതൊക്കെയാണ്. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ.